നല്ല ചൂട് ചിക്കൻ കറിയും മീൻ തോരനും പിന്നെ ഇത് നമ്മുടെ തേങ്ങ വെച്ചുണ്ടാക്കിയൊരു റൊട്ടിയാണ്. തേങ്ങാ റൊട്ടി, ഇടിയപ്പം. ആഹാ, അപ്പം ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല കുത്തു പൊറോട്ട അല്ലേ, ഇതുണ്ട നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനാണ്. ഇത് നല്ല കറി പോലെ ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്തിട്ടേക്കാണ്. നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈറ്റ് ഡ്രൈവ് വിത്ത് അൻസൽ. ഞാനിപ്പോൾ ഗോതംബർഗിലാണ്. ഒരു പേഴ്സണൽ ആവശ്യമായിട്ട് വന്നതാണ്. അപ്പം വന്ന സമയത്ത് എന്തായാലും ജസ്റ്റ് ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ഡിഫറെൻറ്റ് ക്യൂസിൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു എമ്മി സിലോൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട് നമ്മുടെ ഗോതംബർഗിൽ. അപ്പം അവിടെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ശ്രീലങ്കൻ ഡിഷസ് സെർവ് ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. എന്നാൽ പിന്നെ അതൊന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇന്ന് വൈകുന്നേരം ബാക്ക് ടു മാൽമോ ട്രെയിൻ ഉണ്ട്. അപ്പം അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഫുഡൊന്ന് കഴിച്ച് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് പോകാമെന്ന് കരുതി. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള റെസ്റ്റോറൻറ്റിലാണ്. ഇത് ഏകദേശം ഒരു ഗോതംബർഗ് സെൻട്രലിൽ നിന്ന് ഏകദേശം ഒരു 10-15 മിനിറ്റ് ട്രാവലുണ്ട്. ഈസിലി ആക്സസിബിൾ ആണ്, വലിയ ദൂരമൊന്നുമില്ല. അപ്പം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് നമ്മളിപ്പം വന്നിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല സീറ്റിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ. ഫാമിലി ആയിട്ട് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന, സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് അത്യാവശ്യം നല്ല ഒരു സീറ്റിംഗ് സ്പേസൊക്കെ ഉള്ളൊരു റെസ്റ്റോറൻ്റാണിത്. നമ്മുടെ ഒരു നാട്ടിൽ പോയിട്ടൊരു തമിഴ്നാട് സ്റ്റൈൽ റെസ്റ്റോറൻറ്റ്, കേരള സ്റ്റൈൽ നമ്മുടെ നാട്ടിൽ കാണുന്ന റെസ്റ്റോറൻറ്റ്സ് പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസുമാണ്, നല്ല ക്ലീനുമാണ്. So they are serving lunch buffet here. A few items they have kept it here. Let's see what all they have. These are some vegetables which they have kept. കുറച്ച് വെജിറ്റബിൾസ് നല്ലതുപോലെ അരിഞ്ഞ് വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്. കുറച്ച് സോസ്. ഇത് കോക്കനട്ട്, ഇതൊരു കോക്കനട്ട് ചട്നിയാണെന്ന് തോന്നുന്നു. കോക്കനട്ട് ചട്നി, ഒരു സ്പൈസി ചില്ലി പേസ്റ്റ്. ഇത് ഫിഷിൻ്റെയാണ്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ തോരൻ വെച്ച ഫിഷ്, ആ ഒരു കൈൻഡ് ഓഫ് ഫുഡാണിത്. നല്ല ചൂട് ചിക്കൻ കറിയും മീൻ തോരനും പിന്നെ ഇത് നമ്മുടെ തേങ്ങ വെച്ചുണ്ടാക്കിയൊരു റൊട്ടിയാണ്. തേങ്ങാ റൊട്ടി, ഇടിയപ്പം. ആഹാ, ഇത് നമുക്ക് സാധാരണ അവിടെ കടകളിലൊന്നും കിട്ടത്തില്ല, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊന്നും കിട്ടത്തില്ല. നല്ല ഇടിയപ്പം, പിന്നെ കുറച്ച് റൈസ്, സാധാ റൈസും ഉണ്ട്, കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള റൈസും ഉണ്ട്. അപ്പം കുറച്ച് റൈസ്, പിന്നെ വെജിറ്റബിൾ നൂഡിൽസ്, പിന്നെ ഇതെന്താ ഡാല് കറിയാണ്, കുറച്ച് ഡാല് കറി, പിന്നെ മഷ്റൂംസ്, നല്ല മഷ്റൂംസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെനിക്കൊന്ന് സ്പ്രിങ് റോൾസ്, പിന്നെ കുറച്ച് കട്ട്ലറ്റ്, ട്യൂണ കട്ട്ലറ്റ്സ്. ഇത് ട്യൂണ കട്ട്ലറ്റ്, ഇത് ഫിഷിൻ്റെ കട്ട്ലറ്റാണ്. പപ്പടം, നല്ല നാടൻ പപ്പടം. അപ്പം നമ്മളിവിടെ വന്നിട്ട് ഞാൻ എന്തായാലും ഒരു ബൊഫെ എടുക്കുകയാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ ഐറ്റംസും ഒന്ന് ട്രൈ ചെയ്യണം. നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു കുത്തു പൊറോട്ടയും അതുപോലെ ഒരു ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുത്തു പൊറോട്ടയല്ലേ, ചിക്കൻ കുത്തു പൊറോട്ടയാണ്. എടുത്തോ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? നല്ല ടേസ്റ്റ് ഉണ്ടോ? കണ്ടാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നൊരു കറി, ഇതെന്തോ കറികൾ, എന്ത് കറിയത്? ഇതൊന്ന് എടുത്ത് വയ്ക്കുക. അതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് എന്തൊരു കറിയാണ്, ഗ്രേവിയും പിന്നെ ചട്നി. അത് ചില്ലി പേസ്റ്റാണ് തോന്നുന്നു, ഒരു ചില്ലി പേസ്റ്റ്. കൊള്ളാമല്ലോ. ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല കുത്തു പൊറോട്ട അല്ലേ.
അതുപോലെ നല്ല ടേസ്റ്റുണ്ട്. നല്ല തേങ്ങയും ക്യാരറ്റും മുട്ടയും എല്ലാം ഇട്ടിട്ടുണ്ട് അല്ലേ? മുട്ടയും ചിക്കനും തേങ്ങയും എല്ലാം ഉണ്ട്, ക്യാരറ്റും വേണം. നമ്മൾ ഈ ബൊഫെ ഐറ്റംസ് ഒന്ന് എടുത്തിട്ട് വരാം. ഞാൻ കണ്ട ഐറ്റംസ് നമുക്കൊന്ന് എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. റൈസിനകത്ത് ഈ ഒരു സാധനവും മിക്സ് ചെയ്തെടുത്തിട്ട് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടിപൊളിയായിരുന്നു. ഫിഷും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു അല്ലേ? ഓക്കെ, ഇത് തോരനാണ്, ഫിഷ് തോരനാണ്. ഈ സാധനം ഫിഷ് തോരനാണ്. അടിപൊളി. തോരൻ കൊള്ളാം കേട്ടോ, ഫിഷ് തോരൻ കൊള്ളാം. എടുത്തിട്ട് വരാം. പിന്നുള്ളത് നമ്മുടെ തേങ്ങാ റൊട്ടി. അതും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്തിരി കട്ടിയുണ്ട്, തേങ്ങാ റൊട്ടി കുറച്ച് കട്ടിയുണ്ട്. ബട്ട് ഐ തിങ്ക് ഐ ക്യാൻ ട്രൈ ഇറ്റ് ഔട്ട്. ചിക്കൻ ഇത് ഫ്രൈ ചെയ്ത ചിക്കൻ കറിയാക്കിയിട്ടേക്കുക. ഫ്രൈഡാണ് ചിക്കൻ. ഇതുണ്ട, നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കനാണ് ഇത്. നല്ല ഒരു കറി പോലെ ഗ്രേവി ആയിട്ട് മിക്സ് ചെയ്തിട്ടേക്കാണ്. നമുക്ക് നോക്കാം. ഫ്രൈഡ് ചിക്കൻ്റെ ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ഇടിയപ്പം, നല്ലൊരു ചിക്കൻ പീസും ഇത്തിരി തോരനും പിന്നെ ഒരു ഇടിയപ്പവും കുറച്ച് ഗ്രേവി ഇതെടുത്ത് ഇതും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ. കുറേ കാലം ഇടിയപ്പം കഴിച്ചിട്ട്. ഏതായാലും കൊള്ളാം, നല്ല ടേസ്റ്റുള്ള ഫുഡ്. സാധാരണ ഇവിടെ വന്നിട്ട് സ്വീഡനിലോട്ട് വന്നിട്ട് ഒതൻറ്റിക് ഒരു സൗത്ത് ഇന്ത്യൻ ഡിഷ് കഴിച്ചിട്ടില്ല. ശ്രീലങ്കൻ ആണെങ്കിലും അത്യാവശ്യം ഒരു സൗത്ത് ഇന്ത്യൻ ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഫുഡ് തന്നെയാണ് കൂടുതലും ഇവിടെ കിട്ടുന്നത്. ഇറ്റ്സ് ഓൾമോസ്റ്റ് സിമിലർ ടു വാട്ട് വി ഗെറ്റ് ഇൻ കേരള. ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്, ഇറ്റ് ലുക്സ് യമ്മി. ലെറ്റ്സ് ട്രൈ ദാറ്റ്. It's good. നമ്മുടെ ടൂണ കട്ട്ലറ്റ് കട്ട് ചെയ്തെടുക്കാം. എല്ലാം നല്ല ചൂടായിട്ടോ കേട്ടോ. അത്യാവശ്യം നല്ല ഫ്രഷായിട്ട് നല്ല ചൂടാക്കി ഉണ്ടാക്കി വെച്ചിരുന്ന സാധനമാണ്. നിങ്ങൾ എന്താണെന്ന് നോക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ള സാധനം. ടേസ്റ്റ് ഉണ്ട്. നല്ല കൊള്ളാമല്ലേ? നല്ല ക്രിസ്പി. ഇത് അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് ഒരു ചെയ്ത് വെച്ചാൽ നല്ല ചൂടോടുകൂടി ചെയ്ത് വെച്ചിരുന്ന സാധനം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫിഷിൻ്റെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നമ്മളിവിടെ വന്നിട്ട് ഒരു സൗത്ത് ഇന്ത്യനിൽ നമ്മുടെ മീനിൻ്റെ അത്യാവശ്യം നല്ല ഐറ്റംസ് കഴിച്ചത് ഇവിടെയാണ്. ഇത് യൂസ് ചെയ്ത് അതെടുത്തോ. മീനിൻ്റെ ഐറ്റംസ് അത്യാവശ്യം നല്ലപോലെ കഴിച്ചത് നമ്മളിവിടെ കേട്ടോ. അത്യാവശ്യം നല്ല ഒരു നാടൻ സ്റ്റൈൽ, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ഒരു നാടൻ സ്റ്റൈലിൽ അടിപൊളിയായിട്ട് ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് നമ്മുടെ നാസി ഖുറാൻ, നമ്മൾ ഓർഡർ ചെയ്ത നാസി ഖുറാനും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഫലൂഡ വേണോ വേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. നോക്കാം. നാസി ഖുറാൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതിനകത്ത് നല്ലൊരു ഫ്രൈഡ് എഗ്ഗും പിന്നെ റൈസ്. എനിക്ക് തോന്നുന്നു ഇത് ചിക്കൻ്റെ അല്ലേ? ചിക്കനാണോ ഫിഷാണോ അതോ വെജിറ്റബിൾ റൈസ്? പിന്നെ ഫ്രൈഡ് എഗ്ഗും. ഓക്കെ.
അപ്പോൾ ഇത് ചിക്കനും ഷ്രിമ്പും ഫ്രൈഡ് എഗ്ഗും എല്ലാം കൂടെ ചേരുന്ന നാസി ഗോറൻ എന്ന് പറയുന്ന ഒരു അടിപൊളി ഡിഷാണ്. നോക്കാൻ എങ്ങനെ ഉണ്ടോ? ഇതും അടിപൊളി സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് ആ സാധനത്തിന്. നമുക്കത് ട്രൈ ചെയ്ത് നല്ലൊരു എഗ്ഗ് ഫ്രൈ ചെയ്തതിൻ്റെ മുകളിൽ വെച്ചേക്കാണ്. നമുക്കത് നമ്മുടെ ചേർത്ത് ഒരു പീസ് എടുക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഫുഡിന്. വേണ്ട ഇത് എവിടെ കൊള്ളാം. ഇതിൽ എനിക്കൊന്ന് ഷ്രിമ്പും ചിക്കനും എല്ലാം ചേർത്തിട്ടുണ്ട്. എനിക്ക് ഫ്രൈഡ് ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷ്രിമ്പും നമ്മുടെ പ്രോൺസും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇട്ടേക്കാണ് അത് വരുന്നത്. അത് വെജീസും പിന്നെ അതുപോലെ നമ്മുടെ എഗ്ഗും നല്ലൊരു ഫ്രൈഡ് എഗ്ഗും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. കൊള്ളാം. Tell me your name. Shantima. So you are the owner of the restaurant and your husband runs the restaurant, right? So I believe you have started it on September. Yeah. So how is the things here and how often do you get customers here? Yeah, it's good now. Last month it was a little lower, Okay. but it's going up now. Yeah. Of course, summer is Yeah. also coming, so it's so you have separate menu on weekends or Yeah. weekdays? We have Saturday special menus Okay. and buffet weekdays, and we have special Sri Lankan special buffet on last Okay, last Last Saturday. Saturday of the saw month, it. Yes. yeah. Okay. every month last Saturday. Yeah. So you have mostly Sri Lankans visit here, or you have Yeah. South Indians also? No, only Sri Lankan. Oh, mostly. Okay. Fine. I see most of the dishes are similar to what we Yeah, see in yeah. Kerala. Hmm. It's good. Yeah. You speak Tamil or? No, Sinhalese. only Sinhalese. Okay. So, all my friends, if you are coming to Gothenburg, you can come to this restaurant. You can try it out. They have very good, amazing Sri Lankan cuisine actually. So the food is really tasty. Thank you so much. Thank you so much. We will for come again coming. once we are back in Gothenburg. Definitely. Yes. Especially the kottu parota, and I just love that fish poriyal. Thank you. Thank you so much. Okay, see you. Okay, see you.